الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഒരൽപ്പ സമയം അല്ലാഹുവിന്റെ ദീന് ചർച്ച ചെയ്യാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഇരുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും നാളെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അല്ലാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ജീവിതത്തിൽ പരമാവധി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്ന വസിയത്താണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് നൽകാനുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലാഹുവിന്റെ നാമങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. അതിനു വേണ്ട പ്രധാനപ്പെട്ട ഒരു മാർഗം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. മക്കയിലെ മുശ്രിക്കീങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി. അല്ലാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കിയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. നമ്മളിൽ പലരും അല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഈമാനുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലാഹുവിനെ അറിയാതെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട പോലെ ഒരു ഈമാൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ അറിയാൻ, മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗം അല്ലാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. പലപ്പോഴും ഈ ഇരിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരാകും പല ആളുകളും. ജീവിതത്തിൽ ഒരു സമാധാനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകും. സാമ്പത്തികപരമായി, കുടുംബപരമായി, അങ്ങനെ പല മേഖലകളിലും ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ട് ഒരു വേള നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സ് പലപ്പോഴും ഇവിടെ ആവില്ല. നമ്മുടെ ആ പ്രതിസന്ധികളിലൂടെ ആയിരിക്കും നമ്മുടെ മനസ്സ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടുണ്ടാകും. അപ്പൊ ഒരു സന്തോഷം, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ആരോഗ്യം ഉണ്ടാകാൻ, പലരും അസുഖത്തിലാണ്. മാരകമായ ക്യാൻസർ പോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെ പല രൂപത്തിലും
ആരോഗ്യം നഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു ആരോഗ്യം ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇന്നത്തെ നമ്മുടെ ദുനിയാവില് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് സമ്പത്ത് ആവശ്യമാണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇബാദത്ത്, ഈ ഒരു പ്രവർത്തനം, ഈ ഒരു കൂട്ടായ്മ, ഇതൊരു സുഖകരമായിട്ട് നടക്കണമെങ്കിൽ അതിന് സമ്പത്ത് ആവശ്യമാണ്. എന്ത് കാര്യത്തിന്. അപ്പൊ നമുക്ക് കുറച്ച് സമ്പത്ത് ഉണ്ടായെങ്കിൽ അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും ദുനിയാവിലും വിജയം വേണം, പരലോകത്തിലും വിജയം വേണം എന്നൊക്കെ കൊതിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇബാദത്തുകളുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഇബാദത്ത് വലിഹാദാ കാന ദുആഉ മിൻ അഅ്ളമിൽ ഇബാദാത്ത്, ദുആ ആണ്, പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അതിലെ അഅ്ളം, ഏറ്റവും മഹത്തായത് പ്രാർത്ഥനയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയൊരു കാര്യം. മഗ്‌രിബ് നിസ്കരിച്ചു, നിസ്കാരം മുഴുവൻ പ്രാർത്ഥനയാണ്. സുജൂദിലും റുകൂഇലും ഇഅ്തിദാലിലും എല്ലാം പ്രാർത്ഥനയാണ്. പക്ഷെ ആ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹുവോട് നമ്മൾ പറഞ്ഞു, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചോ, അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചോ, ആ പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചോ? നമ്മളൊരു വേള ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ഇബാദത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഇബാദത്തുകളുടെ കൂട്ടത്തിലെ ആ അഅ്ളം, ഏറ്റവും മഹത്തായത് എന്നുള്ളത് അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ വിഷയത്തിൽ നമ്മളെല്ലാം വളരെ പിന്നോട്ടാണ്. അള്ളാഹുവിനോട് ചോദിക്കാൻ മടിക്കുന്നവരാണ്. ഇപ്പൊ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നമ്മളോട് ഒരു കാര്യം ഒരു വട്ടം ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല, രണ്ടാമത് ചോദിച്ചാലും വലിയ കുഴപ്പമില്ല. അത് 3, 4, 5 തവണ പല തവണകളിലായി നമ്മളോടൊരു കാര്യം ഒരാളിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരുന്നാൽ നമുക്ക് ചിലപ്പോ ദേഷ്യം വരും, വെറുപ്പ് വരും, വേറെ പണിയൊന്നില്ലേ എന്ന് ചിലപ്പോ ചോദിക്കും, അല്ലെ? പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരു അടിമ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് അടുക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. അത് പ്രത്യേകിച്ച് സുജൂദിലായിരിക്കുന്ന സമയത്താണ് എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൽ ഹുവ സിലാഹുൽ മുഅ്മിൻ, അതൊരു സത്യവിശ്വാസിയുടെ ആയുധമാണ്. പ്രാർത്ഥന എന്നുള്ളത് ഒരു ആയുധമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവൻ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. എല്ലാം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് അത് പഠിപ്പിച്ചിട്ടുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി തീരുമാനിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും മുസീബത്ത് എന്താപത്താണെങ്കിലും ദുനിയാവിൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവൻ അത് സംഭവിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ അള്ളാഹു പറഞ്ഞു, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, കുല്ലൻ യുസീബനാ, ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു ആപത്തും ബാധിക്കുന്നില്ല, യാതൊരു കാര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എങ്ങനെയായിട്ടല്ലാതെ അത് സംഭവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തെ വിശ്വാസമാണ് ഖദാ ഖദറിലുള്ള വിശ്വാസം, അല്ലാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം. അത് ലോകത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ റബ്ബ് തീരുമാനിച്ച കാര്യങ്ങളെ തിരുത്താൻ കഴിയുന്ന ഏക ആയുധം ലോകത്ത് പ്രാർത്ഥന മാത്രമാണ് എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരന്തരമായ നമ്മുടെ പ്രാർത്ഥനയിലൂടെ
നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആപത്ത് വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ആപത്തിന് പ്രാർത്ഥനയിലൂടെ മാറ്റുമെന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. അതാണ് അതിന്റെ ആശയം. അതുകൊണ്ടാണ് എല്ലാ ദിവസങ്ങളിലും നമ്മളോട് സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഇഖ്ലാസ് പോലെയുള്ള അധ്യായങ്ങൾ നമ്മളോട് ഓതാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ആപത്താകാം. ഇപ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ചിലപ്പോൾ ഈ വസ്ത്രം തീ പിടിച്ചിട്ടായിരിക്കാം നമുക്ക് ആപത്ത് സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന അവരുടെ ഷാളുകൾ ശരീരത്തിന്റെ ഏതെങ്കിലും കഴുത്തിലോ മറ്റോ കുടുങ്ങിയിട്ടായിരിക്കാം ആപത്തുകൾ സംഭവിക്കുന്നത്. എപ്പോഴാണ്, ഏത് സമയത്താണ് ഈ വസ്ത്രങ്ങളിലൂടെ ആപത്ത് വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിൽ നിന്ന് ഈ രൂപത്തിലുള്ള അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളിലൂടെ വരുന്ന ആപത്ത്, ആ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ, വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ലാഹ്, വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ലാഹ്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹ്, ചെരുപ്പ് ധരിക്കുമ്പോൾ ബിസ്മില്ലാഹ്, ഏത് നന്മയുടെ മുന്നിലും ഏത് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹ് എന്നാണ്. ബിസ്മില്ലാഹ് അല്ലാഹുവിന്റെ നാമത്തിൽ. നമുക്ക് അത്ര അറിയുള്ളൂ. അതൊരു പ്രാർത്ഥനയാണ് കൂട്ടരെ. ബിസ്മില്ലാഹ് എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, അതൊരു പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, നീ എനിക്ക് ഇതിന്റെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അതാണ് ബിസ്മില്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹ്, ഇതിൽ നിന്നുള്ള ബർക്കത്ത് നീ എനിക്ക് നൽകണേ അല്ലാഹ്. വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ലാഹ്, ഇതിൽ നിന്നുള്ള ബർക്കത്ത് നീ എനിക്ക് നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹ് എന്ന് അത് മനസ്സിലാക്കിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അതിന്റെ പൊരുൾ, അതിന്റെ ആശയം മനസ്സിലാക്കിയിട്ട് ഒരു നന്മയിലേക്ക് നമ്മൾ ഏർപ്പെട്ടാൽ അതിനുശേഷം പിന്നെ ഒരു ദുർറും നമ്മളെ ബാധിക്കൂല. ഒരു ദുർറും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ്. അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചൊരു കാര്യം നമ്മൾ ആരംഭിച്ചാൽ പിന്നെ അവിടെ ഒരു ദുർറില്ല, ഒരു അപകടം അവിടെ ഇല്ല, ഒരു ആപത്ത് അവിടെ ഇല്ല, മുസീബത്ത് അവിടെ ഇല്ല. അതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചതാണ്. ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഈ രൂപത്തിലുള്ള അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അതുപോലെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ പ്രാർത്ഥനകൾ ചൊല്ലണമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ല കൊണ്ട് ആരംഭിച്ചാൽ മനസ്സറിഞ്ഞ് തസ്ദീഖൻ ബിഖൽബി, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തിയിട്ട് ആരംഭിച്ചാൽ പിന്നെ അതുകൊണ്ടൊരു ദുർറ് നമ്മളെ ബാധിക്കുകയില്ല. അതുപോലെ തന്നെ ഈ സൂറത്തുൽ ഫലഖ്, അത് നിരന്തരമായിട്ട് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വെള്ളം അനുഗ്രഹമാണ്. കുറച്ചു മുമ്പ് നമുക്കറിയാം, ശക്തമായ ചൂട് അനുഭവിച്ചൊരു സമയം ഉണ്ടായിരുന്നു, മഴക്ക പെയ്യുന്നതിനേക്കാളും മുമ്പ്. അതുപോലെ തന്നെ കിണറുകൾ വറ്റി, പുഴകൾ വറ്റി, വെള്ളം കുറഞ്ഞു, അല്ലെ? അത് കുറയാനും പാടില്ല, അത് കൂടിയാലും പ്രശ്നമാണ്, ജലപ്രളയം ഉണ്ടായാലും പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെ തീരുമാനിക്കുന്നതാരാ? കുറയണമെന്ന് തീരുമാനിക്കുന്നതാരാ? അല്ലാഹുവാണ്. കൂടണമെന്ന് തീരുമാനിക്കുന്നതാരാ? അല്ലാഹുവാണ്. നമുക്ക് നൽകിയ വെള്ളം അത് ശുദ്ധമായ വെള്ളമായിരിക്കണം, അത് തീരുമാനിക്കുന്നതാരാ? അല്ലാഹുവാണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് അനുഗ്രഹമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആപത്തുമുണ്ട്. വെള്ളം അധികരിച്ചാൽ അതും പ്രശ്നമാണ്. അപ്പൊ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് ആപത്തില്ലാതിരിക്കാനാണ് സൂറത്തുൽ ഫലഖ് ഓതുന്നത്. ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് വരാനിരിക്കുന്ന ആപത്തുകളെ തടയാൻ കഴിയും. അതുപോലെ തന്നെയാണ് പിന്നെ നമുക്ക് ഇപ്പൊ രാത്രി സമയമാണ്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല രൂപത്തിലുള്ള ആപത്തുകളും ഉണ്ടാകാം. ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങളും ഉണ്ടാകാം, പിശാചുക്കളുടെ ഉപദ്രവങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. പല രൂപത്തിലുള്ള ആപത്തുകളും മുസീബത്തുകളും കൂടുതൽ സംഭവിക്കാൻ കാരണമാകുന്ന ഒരു സമയമാണ് രാത്രി. ആ അത്തരത്തിലുള്ള വരാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ഒരു മാർഗമാണ് സൂറത്തുൽ ഫലഖ്. അതുപോലെ തന്നെ അസൂയാലുക്കൾ, നമ്മളോട് അസൂയയുള്ള പല ആൾക്കാരുണ്ട്. നമുക്ക് ഒരാളോട് അങ്ങോട്ട് അസൂയ ഉണ്ടാകരുത്. ഇന്നൽ ഹസദ
യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഖതബ. തീ വിറകിനെ തിന്നുന്നത് പോലെ നിന്റെ നമസ്കാരത്തെ, നോമ്പിനെ, ദിക്റുകളെ, സ്വലാത്തുകളെ, നിന്റെ ജീവിതത്തിലെ നന്മകളെ തീ വിറകിനെ തിന്നുന്നത് പോലെ നന്മകളെ തിന്നു തീർക്കും അസൂയ എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോട് ഒരാൾക്ക് അസൂയ തോന്നിയാൽ എന്താ പ്രശ്നം? നമ്മളോട് ഒരാൾക്ക് അസൂയ തോന്നിയാൽ നമുക്ക് അങ്ങോട്ട് തോന്നാൻ പാടില്ല. നമ്മളോട് ഇങ്ങോട്ട് തോന്നിയാൽ എന്താ പ്രശ്നം? കാബീല് ഹാബീലിനെ കൊന്നു, അസൂയ പ്രശ്നം. കാബീല് ഹാബീലിനെ കൊന്നു, അസൂയയാണ് പ്രശ്നം. ഞാൻ നീണ്ട ചരിത്രത്തിലേക്ക് പോകുന്നില്ല. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ പൊട്ടക്കണത്തിൽ കൊണ്ടുപോയിട്ടു. എന്താ പ്രശ്നം? അസൂയയാണ് പ്രശ്നം. നമ്മളോട്, നമ്മുടെ സമ്പത്തിനോട്, നമ്മുടെ കുടുംബത്തിനോട്, നമ്മുടെ ദാമ്പത്തിക ജീവിതത്തിനോട്, നമ്മുടെ ജോലിയോട് മറ്റൊരാൾക്ക് അസൂയ തോന്നിയാൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതാണ് അസൂയ കൊണ്ടുള്ള പ്രശ്നം. അതുകൊണ്ട് നമുക്കൊരാളോട്, ഒരു മുഅ്മിനിന് മറ്റൊരാളോട് എന്ത് ചെയ്യാൻ പാടില്ല? അസൂയ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാവുകയില്ല. മറ്റൊരാൾ നമ്മളോട് അസൂയ വെച്ചാൽ ആ അസൂയ മൂലം പല ആപത്തും വരാം. അത് വരാതിരിക്കാനുള്ള മാർഗം സൂറത്ത് ഫലഖ് ഓതുക. അല്ലാഹുവിനെ നമ്മൾ പരമേൽപ്പിക്കുകയാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ നമ്മുടെ ഇബാദത്തുകളുടെ കൂട്ടത്തിലെ വളരെ സുപ്രധാനമായ ഒരു ഇബാദത്താണ് പ്രാർത്ഥന. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയുടെ ആയുധമാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ദുആ എങ്ങനെയായിരിക്കണം? അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം, അള്ളാഹുവിന്റെ നാമങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഒരു തവസ്സുലാണ്. അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഒരു തവസ്സുല് അനുവദനീയമായ തവസ്സുലുണ്ട്, അതുപോലെ തന്നെ ബിദ്അത്തായ തവസ്സുലുണ്ട്, അതുപോലെ തന്നെ ശിർക്ക് വരുന്ന തവസ്സുലുമുണ്ട്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. തവസ്സുലിൽ അനുവദനീയമായ തവസ്സുലുണ്ട്. ഇതാണ് അനുവദനീയമായ തവസ്സുല്. അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തിയിട്ട് റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, ഗഫൂറായ അല്ലാഹ്, അങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക, അല്ലെ? അത് തവസ്സുലാണ്. അത് അനുവദനീയമായ തവസ്സുലാണ്. അതുപോലെ തന്നെ ബിദ്അത്തായ തവസ്സുലുമുണ്ട്. ഒരു ഉദാഹരണം അറിയാം. മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട്, മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. ഇത് ബിദ്അത്താണ്. ഇത് ബിദ്അത്താണ്, ശിർക്കാണെന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട് ശിർക്കാണെന്ന് പറയാൻ പറ്റൂല? ചോദ്യം ആരോടാ? ചോദ്യം അല്ലാഹുവിനോടാണ്. മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് ഞാൻ അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു. ആ ചോദ്യം അല്ലാഹുവിനോടായതുകൊണ്ട് ചോദ്യം എന്തല്ല? ശിർക്കല്ല. പക്ഷെ ആ ചോദ്യം ബിദ്അത്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് മറ്റൊരാളുടെ കർമ്മം കടമെടുത്തിട്ടല്ല. മറ്റൊരാളുടെ കർമ്മം കടമെടുത്തിട്ടല്ല അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത്. അങ്ങനെ ഒരു നബിയും പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു സാലിഹായ മനുഷ്യനും പഠിപ്പിച്ചിട്ടില്ല, ഒരു സഹാബത്തും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ മുൻനിർത്തിയിട്ടാണ്. അല്ലാഹുവേ, നിനക്ക് വേണ്ടി നമസ്കരിച്ചു, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന പുണ്യം ചെയ്തു. നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? 3 ആളുകൾ ഗുഹയിൽ അകപ്പെട്ട ചരിത്രം. ആ ഗുഹയിൽ അകപ്പെട്ട് അവര് ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാറക്കല്ല് വന്ന് വീണപ്പോ അവർ അല്ലാഹുവിനോട് തേടി. എങ്ങനെ തേടി? അവർ ചെയ്തിട്ടുള്ള നന്മകളെ മുൻനിർത്തിയിട്ട്. മാതാപിതാക്കള് അവർക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്ന് മാതാപിതാക്കൾ ഉറങ്ങിപ്പോയി, കുഞ്ഞു മക്കൾ അവിടെ കിടന്ന് കരയുമ്പോൾ ആ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാതെ മാതാപിതാക്കൾ എന്ത് ചെയ്തു? കാത്തിരുന്നു. റബ്ബേ, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് എന്നായിരുന്നു ഒരു പ്രാർത്ഥന. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനയാണ് ഒരു സുന്ദരിയായ
എന്റെ സഹോദരന്റെ പുത്രി പിന്നെ എന്റെ അടുക്കലേക്ക് എന്റെ അടുക്കലേക്ക് സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ഞാൻ അവളോട് ശരീരം ചോദിച്ചു. എന്റെ ആവശ്യത്തിന് അവൾ വഴങ്ങി തന്നില്ല. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് വീണ്ടും സമ്പത്ത് ആവശ്യം വന്നു. ഞാൻ അവളുടെ ശരീരം ചോദിച്ചു. ആ സമയത്ത് നിവർത്തിയില്ലാതെ അവൾ വഴങ്ങിയ സമയത്ത് അവസാനം ഒരു നൂലിന്റെ തടസ്സം പോലും ഞങ്ങൾക്കിടയില്ലാത്ത സമയത്ത് ഇത്തഖില്ല, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന ഒരു വാക്ക് ആ പെണ്ണ് പറഞ്ഞ്, അല്ലാഹുവേ നീ കാണുമല്ലോ, നീ അറിയുമല്ലോ എന്ന് നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ തിന്മയിൽ നിന്ന് മാറി നിന്നു. നിന്റെ പ്രതിഫലമാണ് ആഗ്രഹിച്ചത്, നീ ഞങ്ങളെ മോചിപ്പിക്കണേ. ഇതാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അതല്ലാതെ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട്, മൊയ്തീൻ ശൈഖിന്റെ ബർക്കത്ത് കൊണ്ട്, ഉഹുദീങ്ങളുടെ ഹക്ക് കൊണ്ട്, ബദരീങ്ങളുടെ ജാഹ് കൊണ്ട് ഈ രൂപത്തിലുള്ള തേട്ടം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. അത് ബിദ്അത്താണ്, അത് പുതിയ മതമാണ്, അത് പുതിയ ആചാരമാണ്, അത് പുതിയ ദീനാണ് എന്നാണ് അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. ഇനി ശിർക്ക് വരുന്ന തവസ്സുലും ഈ രൂപത്തിൽ തന്നെയുണ്ട്. എങ്ങനെയാണ് ശിർക്ക് വരുന്ന തവസ്സുല്? അവർ നേരിട്ട് എന്ത് ചെയ്യുന്നു? ഈ രൂപത്തിൽ മഹാന്മാരെ വിളിച്ചു തേടുന്നു. അവരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ലക്ഷ്യം അല്ലാഹുവിലേക്ക് എത്തുക എന്നുള്ളതാണ്. അല്ലാഹുവിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്? മഹാന്മാരെ വിളിക്കുന്നത്. ഈ രൂപത്തിൽ മൺമറഞ്ഞു പോയ ആളുകളെ വിളിക്കുന്നു. പക്ഷേ ലക്ഷ്യം അല്ലാഹുവിലേക്ക് അടുക്കലാണ്. അല്ലാഹുവിലേക്ക് അടുക്കലാണ് ലക്ഷ്യമെങ്കിൽ പോലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവർ തേടുന്നത് മൺമറഞ്ഞു പോയ, കേൾക്കാത്ത, ഉത്തരം നൽകാത്ത, തന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത ആളുകളോടാണ് തേടുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ ഇടത്തേട്ടത്തിലെല്ലാം, തവസ്സുലിലെല്ലാം ശിർക്ക് സംഭവിക്കുന്നു. ഇസ്ലാം അനുവദിച്ച തവസ്സുലുണ്ട്. അതാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ. അല്ലാഹുവിന് ഒരുപാട് സുന്ദരമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ മുൻനിർത്തിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള നന്മകൾ മുൻനിർത്തിയിട്ട്, ഞാൻ ഇന്ന കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലാഹ്, ആ കർമ്മങ്ങൾ നിനക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ നേർച്ചകളെ കുറിച്ച് പഠിക്കാറുണ്ട്, അല്ലെ? നേർച്ച എന്ന് പറഞ്ഞാൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നേർച്ച എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തൊരു കാര്യമാണ്. നേർച്ച എന്നുള്ളത് എന്താണ്? നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നേർച്ചകളല്ല. നമ്മുടെ നാട്ടിൽ ജാരങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ഒരുപാട് നേർച്ചകൾ നടക്കുന്നുണ്ട്. നേർച്ചകൾ എന്ന പേരിൽ പൂരങ്ങള്, പ്രത്യേകം പരിപാടികൾ, അതൊന്നല്ല ഇസ്ലാമിലെ നേർച്ച. ഇസ്ലാമിലെ നേർച്ച എന്നുള്ളത് ഒരു കാര്യം, പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു സുന്നത്തായ ഒരു കാര്യം നമ്മൾ പറയാണ്, റബ്ബേ ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു 10 യത്തീം മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തുകൊള്ളാം. നമ്മുടെ അടുത്ത് എന്തെങ്കിലും അനാഥശാലകളോ മറ്റുള്ളതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് 10 ആളുകൾക്കുള്ള ഭക്ഷണം ഞാൻ കൊടുത്തോളാം എന്ന് നമ്മൾ നേർച്ച ചെയ്താൽ അതൊരു സുന്നത്താണ്, ഫർളല്ല. ചെയ്താൽ വലിയ പുണ്യാണ്. 10 ആൾക്ക് നമ്മൾ പിന്നെ ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. നല്ല ശ്രേഷ്ഠമായ പ്രതിഫലമുണ്ട്. പക്ഷേ അല്ലാഹു നമ്മുടെ മേൽ ഫർളാകാത്തൊരു കാര്യം നമ്മളായിട്ട് എന്ത് ചെയ്യുന്നു? ഫർളാക്കുകയാണ്. ആ പ്രഖ്യാപനത്തിലൂടെ ആ കാര്യം എന്തായി മാറി? അത് ഫർളായിട്ട് മാറി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വെറുതെ പറഞ്ഞു പോയാൽ പോരാ. അത് അത്രയും കാലം സുന്നത്തായ ഒരു കാര്യത്തെ നമ്മുടെ വാക്കുകൊണ്ട് അതെന്തായി മാറുന്നു? ഫർളായി മാറുന്നു. പിന്നെ നിർബന്ധമായിട്ട് നമ്മൾ അത് ചെയ്യണം. അതുകൊണ്ട് ഇസ്ലാമിൽ എന്ത് ചെയ്തിട്ടില്ല? നേർച്ച പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പക്ഷെ നേർച്ച ചെയ്താൽ അത് നമ്മൾ എന്ത് ചെയ്യണം? നിറവേറ്റണം. അതാ പറഞ്ഞു, യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പുണ്യവാളന്മാർ അവർ നേർച്ച ചെയ്താൽ ആ നേർന്നത് നിറവേറ്റുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ കലാമ് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നേർച്ച നേർന്നാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായി അത് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് നിർവഹിക്കുക എന്നുള്ളത് അത് ഫർളായ കാര്യമാണ്. എന്നാൽ ചില പിശുക്കന്മാർ, ചില ആൾക്കാർ പറയും, ശ്രദ്ധിച്ചോട്ടോ, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാ. ചില പിശുക്കന്മാര് പറയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, അത് പിശുക്കന്റെ നേർച്ചയാണ്. എന്റെ ഇന്ന കാര്യം എനിക്ക് സാധിച്ചു കിട്ടിയാൽ അല്ലാഹുവേ ഞാൻ അത് ചെയ്തോളാം. ഇന്ന കാര്യം, ഇപ്പൊ എന്റെ സ്വർണമാല കളഞ്ഞുപോയി,
അത് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാം, ഇന്ന നന്മ ചെയ്യാം. അല്ലെ, അത് പിശുക്കന്റെ നേർച്ചയാണ്, അത് പാടില്ല. അതല്ല നമ്മൾ ചെയ്യേണ്ടത്, അതല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്റെ കാര്യം സാധിച്ചു കിട്ടിയാൽ, എന്റെ ആഗ്രഹം നടത്തി കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്തോളാം, പിന്നെ ഞാൻ ഇന്ന നന്മ ചെയ്യാം. അങ്ങനെയല്ല പ്രവാചകൻ പറഞ്ഞത്, അത് പിശുക്കന്റെ നേർച്ചയാണ്. മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു നന്മ ചെയ്യുക. ഒരു നന്മ ആദ്യം ചെയ്യുക. എന്താണോ നന്മ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ നന്മ നമ്മൾ ആദ്യം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റബ്ബേ ഇതാ നിനക്ക് വേണ്ടി ഇന്ന നന്മ ഞാൻ ചെയ്തിട്ടുണ്ട്, നിന്റെ പ്രതിഫലമല്ലാതെ യാതൊരു പ്രതിഫലവും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, നിന്റെ സ്വർഗമല്ലാതെ മറ്റൊന്നും ഞാൻ ലക്ഷ്യമാക്കിയിട്ടില്ല. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇന്നൊരു ആഗ്രഹമുണ്ട് അല്ലാ, ആ ആഗ്രഹം എനിക്ക് നീ നിറവേറ്റി തരണേ അല്ലാ. ഇതൊരു തവസ്സുലാണ്. അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റിയ ഒരു മാർഗമാണിത്. അപ്പൊ ഈ രൂപത്തിലെല്ലാം നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാം. അതുപോലെ തന്നെയാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. ആ നാമങ്ങളെ മുൻനിർത്തിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്യുക. പലപ്പോഴും നമുക്കൊക്കെ ഒരു പരാതി ഉണ്ട്, ഞാൻ കുറേ പറഞ്ഞല്ലോ, കുറെ പറഞ്ഞിട്ട് എന്റെ പഠിച്ചു എന്റെ ആഗ്രഹം നടത്തി തരാത്ത കുറെ കാലം ഞാൻ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഉമ്മാരോ സ്ത്രീകളൊക്കെ അത് പറയാ, ഞാൻ കുറെ കാലം പ്രാർത്ഥിക്കണ്, പിന്നെ എന്താ എന്റെ ആഗ്രഹം അല്ലാഹു നടത്തി തരാത്തത്? അതിന് പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉ എന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്തോ എന്നല്ല പറഞ്ഞത്. ഫദ്ഉഹു ബിഹാ, അല്ലാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റഹ്മാനായ അല്ലാഹ് നീ എന്നോട് കരുണ കാണിക്കണം. നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് നിസ്കാരം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ക്ലാസ് കഴിഞ്ഞിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ അസ്മാഉൽ ഹുസ്ന, നമ്മുടെ ദുആ എളുപ്പത്തിൽ സ്വീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്താണ് അതിന്റെ അർത്ഥം? അസ്മാഉൽ ഹുസ്ന കൊണ്ട്, അസ്മാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാമങ്ങൾ, ഇസ്മ പേര്, അസ്മാ എന്ന് പറഞ്ഞാൽ പേരുകൾ, ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്, അതല്ലെങ്കിൽ പിന്നെ മഹത്തായത്, അതല്ലെങ്കിൽ കുറവുകളില്ലാത്തത് എന്നൊക്കെയാണ് ഈ ഹുസ്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ നാമങ്ങൾ, ആ നാമങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന്റെ സൗന്ദര്യം, അള്ളാഹുവിന്റെ പൂർണ്ണത അവിടെ വ്യക്തമാവുകയാണ്. കുറവുകളില്ലാതെ, ഒന്നും കുറയാതെ അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കാൻ, അള്ളാഹു മഹത്വമുള്ളവനാണ്, സമ്പൂർണനാണ് എന്ന് ഈ നാമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മ 100 ഇല്ലാ വാഹിദൻ മൻ ഹസാഹാ ദഖലൽ ജന്ന. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ നാമങ്ങൾ 99 എണ്ണമാണ്, 100ൽ 1 കുറവ്. മൻ ഹസാഹാ, അത് ആരെങ്കിലും ഹൃദയസ്ഥമാക്കിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം, അള്ളാഹുവിന്റെ നാമങ്ങൾ 99 അല്ല. അള്ളാഹുവിന്റെ നാമങ്ങൾ 99 അല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഈ ഹദീസ് കേൾക്കുമ്പോൾ ഇത് സ്വീകാര്യമായ ഹദീസാണ്, ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അപ്പൊ ഇതെന്താ ഹദീസ്? വ്യത്യാസം എന്താ? ഹദീസിനോട് പറഞ്ഞ എന്താ? ചുരുങ്ങിയത് 99 നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചാൽ മതി, നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിന്റെ നാമങ്ങൾ 99 എണ്ണമാണ് എന്ന് പഠിപ്പിക്കുകയാണോ ഈ ഹദീസിൽ? ഒരിക്കലല്ല. കാരണം അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തുകൾ തന്നെ പരിശോധിച്ചാൽ ഖുർആനിൽ തന്നെ 100-ലധികം നാമങ്ങളുണ്ട്, ഹദീസുകളിലുമുണ്ട് ഒരുപാട് നാമങ്ങൾ. മാത്രമല്ല റസൂലുള്ളാഹിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹുവേ ഒരാൾക്കും നീ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമെ അറിയിച്ചിട്ടില്ല,
റസൂലുള്ളാഹിനെ അറിയിച്ചിട്ടില്ല, ലോകത്തൊരാളെയും അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത, നിന്റെ ലഹുൽ മഹ്ഫൂദിൽ നീ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നിന്റെ നാമങ്ങളെ ഞാൻ മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. ഇത് റസൂലുള്ളാഹിന്റെ ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ ആർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത ഒരുപാട് നാമങ്ങൾ ആർക്കുണ്ട്? അല്ലാഹുവിനുണ്ട് എന്ന് ആ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഈ ഹദീസ് എന്താ പഠിപ്പിച്ചത്? ചുരുങ്ങിയത് 99 നാമങ്ങളുണ്ടല്ലോ. ആ നാമങ്ങൾ ഖുർആൻ പഠിപ്പിച്ച നാമങ്ങൾ, അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ ദഖലൽ ജന്ന, നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. സ്വർഗം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ലക്ഷ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ നമസ്കരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഈമാനുള്ളവരായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വസ്ത്രങ്ങളിലും മറ്റുള്ളതൊക്കെ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാത്തത് എന്തുകൊണ്ടാ? നമ്മൾ പുരുഷന്മാര് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാത്തത് എന്തുകൊണ്ടാ? നമ്മള് നാളത്തെ സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഉമ്മമാര്, സ്ത്രീകള് ഇസ്ലാമിക വസ്ത്രം ധരിക്കുന്നത് എന്തിനു വേണ്ടിയാ? റോട്ടിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പലരും ഇതാ ശരീരം തുറന്ന് കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് വ്യക്തമായി പറയാൻ പറ്റാത്ത രൂപത്തിലാണ് പലരും റോട്ടിലൂടെ നടന്നു പോകുന്നത്. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പേരിന് ധരിച്ചിട്ടുണ്ട്, ധരിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ ധരിച്ചിട്ടില്ല. കാരണം പല മറച്ചു വെക്കേണ്ട ഭാഗങ്ങളും പുറത്ത് കാണിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ ഒരുപാട് സഹോദരിമാര് റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ, നാടുകളിലൊക്കെ ജീവിക്കുമ്പോ നമ്മൾ ഇസ്ലാമിക വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നാളത്തെ നരകമോചനം നമ്മുടെ ലക്ഷ്യമായതുകൊണ്ടാണ്. നമ്മൾ ഈ ക്ലാസ്സിലേക്ക് വന്നതെന്തിനാ? പലരെയും നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പേ അറിയിച്ചു, 5 ദിവസം മുമ്പേ അറിയിച്ചു, ഇന്നലകളിലും നമ്മൾ അറിയിച്ചു. പല നിസാരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പലരും മാറി നിന്നു. നമ്മൾ ഇങ്ങോട്ട് വന്നു. മാറി നിന്നവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. എന്തുകൊണ്ടാ നമുക്ക് വരാൻ സാധിച്ചത്? എന്തുകൊണ്ടാ ഈ ഇരിപ്പിടത്തിൽ നമുക്ക് ഇരിക്കാൻ സാധിച്ചത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം നേടണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ഉമ്മയോടൊപ്പം, ബാപ്പയോടൊപ്പം, ഇണയോടൊപ്പം, മക്കളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉണ്ടാകണമെന്ന ആഗ്രഹം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ നന്മകളെല്ലാം നമ്മൾ ചെയ്യുന്നത്. തിന്മകളെല്ലാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കുന്നത്. ഇതാ അല്ലാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ അത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കാരണമാണ്. അല്ലാഹുവിന്റെ നാമങ്ങൾ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ഹദീസിൽ നിന്ന് ഒന്നാമതായിട്ട് കിട്ടേണ്ട പാഠം, അല്ലാഹുവിന്റെ നാമങ്ങൾ എത്രയാണ് എന്ന് ലോകത്തൊരാൾക്കും അറിയില്ല. രണ്ടാമത്, ഈ അഹ്സാഹ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഒരു അർത്ഥം അത് മനഃപ്പാഠമാക്കുക എന്നുള്ളതാണ്. ഒരർത്ഥം അല്ലാഹുവിന്റെ നാമങ്ങൾ എന്ത് ചെയ്യുക? 99 നാമങ്ങൾ. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ റഹ്മാൻ, റഹീം പോലെയുള്ള നാമങ്ങളൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ഖുർആൻ പഠിപ്പിച്ചു. സൂറത്ത് ഹശറിൽ ഒരുപാട് നാമങ്ങളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങൾ എന്ന് നമ്മൾ പിന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുന്റെ നാമങ്ങളൊക്കെ കിട്ടും. അതൊക്കെ എന്ത് ചെയ്യുക? മനഃപ്പാഠമാക്കുക. അതാണ് അഹ്സാഹ, മനഃപ്പാഠമാക്കുക. വെറുതെ അർത്ഥം പിന്നെ വെറുതെ നമ്മൾ മനഃപ്പാഠമാക്കിയാൽ മതിയോ? പോരാ. ആ മനഃപ്പാഠമാക്കുന്നതോടൊപ്പം അഹ്സാഹ, രണ്ടാമത്തെ വിശദീകരണം ഉലമാക്കൾ പറഞ്ഞത് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് മനഃപ്പാഠമാക്കണം എന്നുള്ളതാണ്. മൂന്നാമത് അഹ്സാഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ മനഃപ്പാഠമാക്കിയാൽ പോരാ, അതിന്റെ അർത്ഥം മാത്രം പഠിച്ചാൽ പോരാ, അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. പഠിച്ചു, ജീവിതത്തിലില്ല, കാര്യമുണ്ടോ? അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ മനഃപ്പാഠമാക്കണം, അർത്ഥത്തോടുകൂടി മനഃപ്പാഠമാക്കണം, അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. നാലാമത് അഹ്സാഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ നാമങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അതാണ് അഹ്സാഹ എന്ന പദത്തിന് ഉലമാക്ക നൽകിയ പിന്നെ വിശദീകരണം എന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ നാമങ്ങൾ കൊണ്ട് നമുക്കുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് നേട്ടങ്ങളുണ്ട്. അല്ലാഹുവിന്റെ നാമങ്ങളുടെ കൂട്ടത്തിലെ ഒരു നാമമാണ് റസ്സാഖ്. അല്ലാഹു റസ്സാഖാണ്.
റിസ്ക് നൽകുന്നവൻ. റസ്സാഖ്, റിസ്ക്. റിസ്ക് എന്ന് പറയാൻ നമുക്കറിയാം, നമ്മുടെ ഉപജീവനം, നമ്മുടെ ഭക്ഷണം, അല്ലെ? ഇത് നൽകുന്നത് ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇത് പിന്നെ നമുക്ക് ലഭിക്കണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ട്? ഇത് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യണത് എന്താ? നമുക്ക് ഭക്ഷണം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു വിത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മണ്ണിൽ കുഴിച്ചിടും, അല്ലെ? ഒരു ധാന്യമണി, ഒരു നെല്ല്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാങ്ങണ്ടി, എന്തെങ്കിലും ഒന്ന് നമ്മൾ കൊണ്ടുപോയി എന്ത് ചെയ്യും? നമ്മളെ മണ്ണിൽ നമ്മളൊന്ന് കുഴിച്ചിടും. ഇത്ര മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അല്ലെ? അത് മുളക്കണമെങ്കിൽ എന്താ ആവശ്യമുണ്ട്? മഴ ആവശ്യമുണ്ട്. وأنزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد. ഈ റിസ്ക് ഉണ്ടല്ലോ, റിസ്ഖൻ ലിൽ ഇബാദ്, അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടിയുള്ള ഈ റിസ്ക് ഉണ്ടല്ലോ, ഈ ഉപജീവനമുണ്ടല്ലോ, ഈ ഭക്ഷണമുണ്ടല്ലോ, അള്ളാഹു ഭൂമിയുടെ ഉള്ളിൽ നിന്ന് മുളപ്പിക്കുകയാണ്. ആ റിസ്ക് മുളപ്പിക്കുന്നതിന് മഴ ആവശ്യമാണ്. ആ റിസ്ക് മുളക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നു? ബർക്കത്തുള്ളൊരു വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്ന് ഇറക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. അപ്പൊ റിസ്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, നമ്മൾ പട്ടിണിയിലാണ് എങ്കിൽ, ഈ പട്ടിണി മാറാൻ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് ചോദിക്കണം. റസ്സാഖായ അല്ലാഹ്, നീ ഞങ്ങൾക്ക് റിസ്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കള് പട്ടിണിയിലാണ് അല്ലാഹ്, അവർ വിശപ്പ് സഹിക്കുകയാണ് അല്ലാഹ്, നീ ഞങ്ങൾക്ക് റിസ്ക് നൽകണേ അല്ലാഹ്. പിന്നെ ഒരു കാര്യം കൂടെ അതിനോട് നമ്മൾ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടെന്നറിയോ? നമ്മൾ തഖ്വയുള്ളവരാകാൻ തയ്യാറാണ് എങ്കിൽ റിസ്കിന്റെ വിഷയത്തിൽ നമ്മൾ ഒരു പേടിയും നമുക്ക് വേണ്ട. നമ്മൾ തഖ്വയുള്ളവരാകാൻ, അല്ലാഹുവിനെ അനുസരിക്കാൻ, അല്ലാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അല്ലാഹു ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ തയ്യാറായാൽ, ഹറാമുകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ, നമ്മളറിയാത്ത വഴിയിലൂടെ നമുക്കുള്ള റിസ്ക് അല്ലാഹു നമുക്ക് നൽകും. അതുകൊണ്ടാണ് പ്രസിദ്ധരായ ഉലമാക്കൾ പഠിപ്പിച്ചത്, അലൈക ബിത്തഖ്വല്ലാഹി ഇൻ കുൻത ഗാഫിലാ യഅതീക ബിൽ അർസാഖി മിൻ ഹൈസു ലാ തദ്രി ഫകൈഫ തഖാഫുൽ ഫഖറ വല്ലാഹു റാസിഖാ فقد رزق الطير والحوت في البحر عليك بتقوى الله. നിന്റെ ജീവിതത്തിൽ തഖ്വയില്ല എങ്കിൽ, അല്ലാഹുവിനെ നീ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നില്ല എങ്കിൽ, നിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടാണ് നീ ജീവിക്കുന്നത് എങ്കിൽ, താന്തോണിയായി ധിക്കാരിയായിട്ടാണ് നീ ജീവിക്കുന്നത് എങ്കിൽ, നീ ഇന്നു മുതൽ തഖ്വയുള്ളവനാക്കിക്കോ. നിന്റെ അഭിപ്രായങ്ങളെയും നിന്റെ തീരുമാനങ്ങളെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തീരുമാനത്തിന് ഒത്തുകൊണ്ട് നീ ജീവിച്ചോ. അങ്ങനെ നീ ജീവിച്ചാൽ നീ അറിയാത്ത വഴിയിലൂടെ നിനക്കുള്ള റിസ്ക് അല്ലാഹു നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് പഠിപ്പിക്കുകയാണ് ഉലമാക്കള്, ഫകൈഫ തഖാഫുൽ ഫഖറ വല്ലാഹു റാസിഖാ. റിസ്ക് തരുന്നവൻ അല്ലാഹു ആയിരിക്കെ നീ എന്തിനാണോ പട്ടിണിയെ പേടിക്കുന്നത്? ഒരിക്കലും ഞാൻ പട്ടിണിയാകുമോ എന്ന പേടി നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് വേണ്ട. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകൾക്ക് റിസ്ക് കൊടുക്കുന്നവരാണ് അല്ലാഹ്. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾക്ക് റിസ്ക് കൊടുക്കുന്നവനാണ് അല്ലാഹ്. ഒരു പറവയും രാവിലെ തന്റെ കൂട്ടിൽ നിന്ന് പറന്നു പോയിട്ട് കാലിയായ വയറോടുകൂടി ഒരു പറവയും വൈകുന്നേരം തന്റെ കൂട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല, അല്ലെ? വിശപ്പ് സഹിച്ചുകൊണ്ട് പുറത്തേക്ക് രാവിലെ പോയ ഒരു പറവയും ആ വിശപ്പോടുകൂടി തന്റെ കൂട്ടിലേക്ക് വൈകുന്നേരം തിരിച്ചു വരുന്നില്ല. എല്ലാവരും വയറു നിറയെ റിസ്കുമായിട്ടാണ് വരുന്നത്. ഇവർക്കെല്ലാം റിസ്ക് കൊടുക്കുന്ന അല്ലാഹു ഉണ്ടായിരിക്കെ നീ എന്തിനാണോ ദാരിദ്ര്യത്തെ നീ പേടിക്കുന്നത്? ഒരിക്കലും ദാരിദ്ര്യത്തെ നീ പേടിക്കണ്ട. നീ എന്ത് ചെയ്താൽ മതി? അല്ലാഹുവിനെ സൂക്ഷിക്കാൻ നീ തയ്യാറായാൽ മതി. തഖ്വ എന്ന് പറഞ്ഞാൽ അത്തിയുള്ള, തഖ്വ എന്ന് പറഞ്ഞാൽ
തഖ്വ എന്നുകൊണ്ട് ഉദ്ദേശിക്കേണ്ട അള്ളാഹുവിന്റെ നരകത്തെ സൂക്ഷിക്കണം. ഓ നരകം 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 സൂക്ഷിച്ച് നടക്കല, അങ്ങനെ പേടിച്ചടക്കല അല്ല. ഈ നരകം സൂക്ഷിക്കണം, നരകത്തെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് കൊണ്ട് ഉദ്ദേശിക്കേണ്ട അള്ളാഹുവിനെ അനുസരിക്കുക. അള്ളാഹുവിനെ അനുസരിച്ചാൽ ഒരു നരകത്തെയും നമ്മൾ സൂക്ഷിക്കേണ്ട. അള്ളാഹുവിനെ അനുസരിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. ഒരു ദാരിദ്ര്യത്തെയും നമ്മൾ പിന്നെ സൂക്ഷിക്കേണ്ടതില്ല. അള്ളാഹുവിനെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് ജീവിക്കാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളുടെ കൂട്ടത്തിലൊരു നാമമാണ് റസ്സാഖ്. എപ്പോഴും ആ റിസ്കിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. ജീവിതത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവനായിട്ട് നമ്മൾ മാറണം. അതുപോലെ തന്നെയാണ് എപ്പോഴും നമ്മൾ പറയുന്ന അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങളാണ് റഹ്മാനും റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്ത് ഫാത്തിഹ ഓതിയപ്പോൾ ഒന്നാമത്തെ ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ഫാത്തിഹ ഓതുമ്പോ തന്നെ എത്ര വട്ടയാണ് നമ്മൾ ഈ റഹ്മാൻ റഹീം എന്ന് പറയുന്നത്? എന്താ റഹ്മാൻ, എന്താ റഹീം? റഹ്മാൻ പരമകാരുണ്യകൻ, റഹീം കരുണാനിധി. അത് മലയാളം ഭാഷാർത്ഥം അല്ലെ. അതിന്റെ ആഴത്തിലേക്കുള്ള വിശദീകരണങ്ങളിലേക്ക് ചെന്നാൽ റഹ്മാൻ, റഹ്മാൻ ഭൂമി ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ ജാതികൾക്കും എല്ലാ വിശ്വാസക്കാർക്കും അന്നം കൊടുക്കുന്നവർ, അനുഗ്രഹം കൊടുക്കുന്നവർ അല്ലെ, എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നവർ. ഇപ്പൊ നമുക്കിടയിൽ ആലോചിക്കുക, ഈ പാലക്കാട് ജില്ലയില് ഈ നമ്മുടെ ഏരിയയിൽ നമ്മുടെ മണ്ഡലത്തിൽ നമ്മുടെ യൂണിറ്റിൽ ആലോചിക്കുക എത്ര ആൾക്കാരുണ്ട്. അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരുണ്ട്, അള്ളാഹുവിനെ വിശ്വസിക്കാത്തവരുണ്ട്. അള്ളാഹുവിനെ വിശ്വസിച്ചിട്ട് കുഫ്ർ ചെയ്യുന്നവരുണ്ട്, അള്ളാഹുവിനെ വിശ്വസിച്ചിട്ട് ശിർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലെ. അങ്ങനെ പല രൂപത്തിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഒക്കെ നമുക്കിടയിലുണ്ട്. പക്ഷേ എന്നിൽ വിശ്വസിച്ചവർക്ക് മാത്രമേ ഞാൻ മഴ കൊടുക്കുള്ളൂ അന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല. ദുനിയാവിൽ അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന് അങ്ങനെ തീരുമാനമില്ല. ദുനിയാവിൽ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും, എല്ലാ ജീവികൾക്കും, ഇനി മനുഷ്യന്മാർക്കിടയിൽ എല്ലാ ജാതികൾക്കും, എല്ലാ മതക്കാർക്കും, മതമില്ലാത്തവരും ദൈവനിഷേധിക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. എന്തുകൊണ്ട്? അല്ലാഹു റഹ്മാനായതുകൊണ്ട്. ഇനി അല്ലാഹുവിന്റെ അടുത്തൊരു സിഫത്താണ് റഹീം. എന്താണ് റഹീം? അല്ലെ, നമ്മൾ കരുണാനിധി എന്ന് പറയും. പക്ഷേ അതിന്റെ ആഴത്തിലുള്ള വിശദീകരണം എന്താ? ഈ ദുനിയാവിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്തു തന്നു. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. ആ അനുഗ്രഹങ്ങളൊക്കെ എന്തിനാ നമുക്ക് ചെയ്തു തന്നത്? നന്ദിയുള്ള അടിമയാകാൻ വേണ്ടിയാണ്. പക്ഷെ മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളെ കുറിച്ചും ഖുർആൻ പറഞ്ഞ എന്താണെന്ന് അറിയുമോ? വൽആദിയാതി ളബ്ഹാ ഫൽമുരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖആ ഫവസത്ന ബിഹി ജംആ. ഒരു കുതിര രാവിലെ തന്റെ യജമാനൻ കുറച്ച് വെള്ളം കൊടുക്കും, കുറച്ച് പുല്ല് കൊടുക്കും, ഭക്ഷണം കൊടുക്കും അല്ലെ. ആ ഭക്ഷണത്തിനും വെള്ളത്തിനും കാണിക്കുന്ന നന്ദി എത്രയാ! യുദ്ധക്കളത്തിലേക്ക് ചീറിപ്പാഞ്ഞു പോവുകയാണ്. പൊടിപടലങ്ങളെല്ലാം പാറിപ്പിച്ച് കാലിങ്ങനെ നിലത്ത് തട്ടുമ്പോൾ തീ പാറിപ്പിക്കുന്ന, തീ ഒരസിക്കൊണ്ട് തീ വരുന്ന രൂപത്തിലുള്ള അതിവേഗതയിൽ ഒരു കുതിര യുദ്ധക്കളത്തിലേക്ക് ചീറിപ്പാഞ്ഞു പോകുന്നു. എന്തിനു വേണ്ടിയാ? രാവിലെ കുറച്ച് വെള്ളവും പുല്ലും തന്ന ആ യജമാനനെ സംരക്ഷിക്കാൻ, യജമാനന് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് പോകുന്ന ഒരു കുതിര. എന്നിട്ട് അല്ലാഹു പറയാ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ആ കന്നുകാലി കാണിക്കുന്ന, ആ മിണ്ടാപ്രാണി കാണിക്കുന്ന ഒരു നന്ദി പോലും മനുഷ്യർ അല്ലാഹുവിനോട് കാണിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു അടിമയാകാൻ നമ്മുടെ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ടോ എന്ന് ഒരു വേള നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിക്ക്. ബർക്കത്തുള്ള ഒരു സമയത്താണല്ലോ നമ്മളുള്ളത്. മലക്കുകളൊക്കെ ഹാജരായ ഒരു സദസ്സിലാണല്ലോ നമ്മളുള്ളത്. ബർക്കത്തുള്ള ഒരു സദസ്സിലാണല്ലോ നമ്മളുള്ളത്. ഒരു വേള നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിക്ക്, എനിക്ക് എന്റെ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കാറുണ്ടോ? ഇല്ല എന്നാണ് പറയുന്നത് എങ്കിൽ ഈ നിമിഷം മുതൽ നന്ദിയുള്ള അടിമയായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിച്ചാൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് സ്വർഗ്ഗം അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത്.
അവിടേക്ക് പോകാൻ നന്ദി കെട്ടവർക്ക് സാധിക്കുകയില്ല. ദുനിയാവിൽ എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹം ചെയ്തു, എന്നിട്ട് നന്ദി കാണിച്ചവരായോ ആ അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രം എന്ത് ചെയ്യും? അല്ലാഹു നാളെ പരലോകത്ത് സ്വർഗം കൊടുക്കും. ആ സ്വർഗം അല്ലാഹു കൊടുക്കുന്നത് കൊണ്ടാണ് അല്ലാഹു എന്താ ആരായത്? റഹീമായത്. അതാണ് അർ റഹ്മാൻ അർ റഹീം. മാത്രമല്ല ഈ സിഫത്ത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കണം, കരുണ അല്ലാഹുവിന്റെ പ്രത്യേകതയാണ്. കരുണ, കാരുണ്യം എന്നൊക്കെ അള്ളാഹിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അള്ളാഹുവിനോട് എത്ര അനുസരണക്കേട് നമ്മൾ കാട്ടി. അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങള്. കാണല്ലടോ, കേൾക്കല്ലടോ, നീ കഴിക്കല്ലടോ, കുടിക്കല്ലടോ എന്നൊക്കെ ഒരുപാട് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അല്ലാഹുവിനോട് തിന്മകളൊക്കെ ആവർത്തിച്ച് കാട്ടി. എന്നിട്ട് അല്ലാഹു നമ്മളോട് എന്താ പറഞ്ഞത്? നീ തൗബ ചെയ്ത് മടങ്ങിയാൽ നിനക്ക് ഞാൻ എന്ത് ചെയ്യാം? നിന്റെ പാപങ്ങൾ നിനക്ക് പുറത്തു തരാം. അതല്ലാഹു കാണിക്കുന്ന കരുണയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നുവരെ നമ്മളെ ശിക്ഷിച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കുക, നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മകൾക്കും അല്ലാഹു നമ്മളെ ശിക്ഷിക്കുകയാണ് എങ്കിൽ നമുക്ക് ഈ ദുനിയാവിൽ പിടിച്ചു നിൽക്കാൻ കഴിയോ? നമ്മൾ ചെയ്യുന്ന ഓരോ അക്രമങ്ങൾക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ തെമ്മാടിത്തരങ്ങൾക്കും ഓരോന്നിനുമനുസരിച്ച് അല്ലാഹു നമ്മളെ പിടിക്കാൻ തയ്യാറായ ഈ ദുനിയാവിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയോ? ഇല്ല. നമുക്കറിയാം ഹിന്ദിന്റെയും വഹ്ശിയുടെയും ചരിത്രം നമുക്കറിയാം അല്ലെ? അള്ളാന്റെ കരുണ മനസ്സിലാക്കാൻ ഏറ്റവും വലിയ ഒരു ചരിത്രമാണ് അത്. ഹിന്ദു എന്ന് പറഞ്ഞ ഒരു പെണ്ണ് അല്ലെ, ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ഹസദുള്ള, പിന്നെ അസദുള്ള, പിന്നെ അല്ലാഹുവിന്റെ സിഫാത്ത് സയ്യിദു ശുഹദാ, ശുഹദാക്കളുടെ കൂട്ടത്തിലെ നേതാവ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച മഹാനാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഉഹുദിന്റെ രണാങ്കണത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. ഹംസ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ചരിത്രങ്ങൾ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഒരാൾക്ക് കൊല്ലാൻ കഴിയില്ല, അത്ര തന്ത്രശാലിയായിരുന്നു. മുന്നിലും പിന്നിലും കണ്ടു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളായിരുന്നു. അത്ര നിപുണനായിരുന്നു യുദ്ധകളത്തിൽ, ധൈര്യശാലിയായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. ഇത് മനസ്സിലാക്കിയ ഹിന്ദു എന്ന പെണ്ണെന്ത് ചെയ്തു? വഹ്ശിയെ കൂട്ടുപിടിച്ചിട്ട് വഹ്ശിയോട് പറഞ്ഞു, വഹ്ശി, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറായാൽ. വഹ്ശിയുടെ പ്രത്യേകത എന്താ? വഹ്ശിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത് പോണ്ട, ഒരാളെ തീർക്കാൻ അടുത്ത് പോണ്ട, ചാട്ടുളിയുണ്ട്, ദൂരെ നിന്ന് എറിഞ്ഞു വീഴ്ത്താൻ കഴിയും. അങ്ങനെ കഴിവുള്ള ഒരാളാണ് വഹ്ശി അല്ലെ? വഹ്ശിയെ കൂട്ടുപിടിച്ചിട്ട് ഹിന്ദു എന്ന പെണ്ണ് പറഞ്ഞു, വഹ്ശി, ഞാൻ പറയുന്നത് അനുസരിക്കാൻ നീ തയ്യാറായാൽ എന്റെ ശരീരം വരെ തരാൻ ഞാൻ തയ്യാറാണ് എന്ന് വഹ്ശിയോട് പറഞ്ഞ് കൂട്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു? ഉഹുദിന്റെ രണാങ്കണത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ദൂരെ നിന്ന് ഒളിഞ്ഞിരുന്ന് തക്കം കാത്തിരുന്ന് എറിഞ്ഞു വീഴ്ത്തിയിട്ട് എന്ത് ചെയ്തു? പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു കൊന്നു. ആ ഹംസ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്തുനിന്ന് വീണപ്പോ ഹിന്ദു എന്ന പെണ്ണ് വന്നിട്ട് കടാരവന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് കൊടൽമാലകൾ വലിച്ചെടുത്ത് പുറത്തേക്കെടുത്തിട്ട് എന്ത് ചെയ്തു? തന്റെ വായിലേക്കിട്ട് ചവച്ചരച്ചു തുപ്പി. ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾ ചെയ്ത ഹിന്ദു എന്ന പെണ്ണും വഹ്ശി എന്ന ആ ഒരു പുരുഷനും ഇന്ന് അവരുടെ പേര് കേൾക്കുമ്പോ വിശ്വാസികൾ എന്ത് പറയും? ഹിന്ദു റളിയല്ലാഹു അൻഹാ, വഹ്ശി റളിയല്ലാഹു അൻഹു. പിന്നീട് അവർ സത്യം മനസ്സിലാക്കി, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കി അവർ ഇസ്ലാമിലേക്ക് വന്നു. അവർ ദീൻ സ്വീകരിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് പ്രഖ്യാപിക്കാൻ അവർ തയ്യാറായി. ഈ രൂപത്തിൽ ഹംസ റളിയല്ലാഹുവിനെ കൊന്നുകളഞ്ഞിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്തു. അല്ലാഹുവിന്റെ കാരുണ്യമാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. മാപ്പ് കൊടുത്തു അല്ലെ? 100 ആളെ കൊന്നവൻ സ്വർഗത്തിലേക്ക് പോയ ചരിത്രം ഞാൻ പറഞ്ഞ ആവശ്യമില്ലല്ലോ. 100 ആളെ കൊന്നിട്ട് ഒരാള് സ്വർഗത്തേക്ക് പോയി. അല്ലാഹു ചെയ്തു കൊടുത്ത കരുണയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തില്ല? കരുണയില്ല, മാപ്പില്ല. ഈ രൂപത്തിലുള്ള ആളുകളോട് പെരുമാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അന്ധകടാഹങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കുന്ന റബ്ബ് എല്ലാവരോടും കാരുണ്യത്തോടു കൂടി പെരുമാറുന്നു. നമ്മളോ ക്രൂരന്മാരായിട്ട് പെരുമാറുന്നു.
കരുണ എന്ന സാധനം നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ പോലില്ല. നമ്മുടെ മക്കളോട്, നമ്മുടെ ഇണകളോട്, നമ്മുടെ മാതാപിതാക്കളോട് പോലുമില്ല. പിന്നെ നാട്ടുകാരോടുണ്ടാവും, നമ്മുടെ സമൂഹത്തിനോടുണ്ടാകോ? ഉണ്ടാകണം. അതാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ അല്ലാഹുവിന്റെ ഒരു വിശേഷണമാണ് സമീഅ. എന്തിനാ ഇതൊക്കെ പറയണമെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ഇത് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ അവിടെ സൂചിപ്പിച്ചതുപോലെ, സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ കരുണയില്ല എങ്കിൽ, മൃഗങ്ങളോട് കരുണയില്ല എങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പൂച്ചയെ കെട്ടിയിട്ട പെണ്ണെന്തോ നരകത്തിലേക്ക് പോയി എന്ന് ഹദീസ് പഠിപ്പിച്ചു. നായക്ക് വെള്ളം കൊടുത്ത പെണ്ണ് പിന്നെ ഒരാളെന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് പോയി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കരുണയുടെ അനന്തര ഫലമാണ്. ഈ കരുണ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഈ ക്ലാസ് കേട്ടിട്ട് കാര്യമില്ല. അല്ലാഹു സഹജീവികളോടും മനുഷ്യന്മാരോടും എല്ലാവരോടും കാരുണ്യം കാണിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അല്ലാഹുവിന്റെ നാമമാണ് സമീഅ. അല്ലാഹു സമീഅാണ്. എന്താണ് സമീഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാം കേൾക്കുന്നവൻ, പരിധിയില്ലാതെ കേൾക്കുന്നവൻ. അല്ലാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് സംശയം ഉണ്ടാകും, സമീഅ എന്ന പദം കേട്ടപ്പോ കേൾക്കുന്നവൻ എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നമുക്ക് സംശയം ഉണ്ടാകും, നമ്മളും കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഷമീർ സ്വലാഹി പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ അല്ലാഹു ഞങ്ങളും ഒരുപോലെയാണോ? നമുക്കൊരു സംശയം ഉണ്ടാകും. അവിടെയാണ് അല്ലാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ലൈസ കമസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒരാളും ഇല്ല. അല്ലാഹുവിനെ തുല്യനായിട്ട് സൂറത്ത് ഇഖ്ലാസ് നമ്മൾ ഓതി നോക്ക്. ഞാൻ ഓതിത്തരാം, നിങ്ങൾ മനസ്സിൽ ഒന്ന് ഓത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനെ തുല്യനായിട്ട് ലോകത്തൊരാളും ഇല്ല. അപ്പൊ നമ്മളും കേൾക്കുന്നു, അല്ലാഹുവും കേൾക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ കേൾവിക്ക് എന്തുണ്ട്? പരിധിയുണ്ട്. ഇപ്പൊ എന്റെ സംസാരം മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ, അപ്പുറത്ത് കുറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ആ ടൗണിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ശബ്ദ കോലാഹലങ്ങൾ അവിടെ ഉണ്ട്, നമ്മൾ വല്ലതും കേൾക്കുന്നുണ്ട. അപ്പൊ നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ കേൾവി അങ്ങനെയല്ല, പരിധിയില്ലാതെ കേൾക്കുന്നവനാണ്. പരിധിയില്ലാതെ കേൾക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ കേൾവിക്ക് ഒരു പരിധിയുമില്ല. ആര് എപ്പ വിളിച്ചാലും, എവിടെ വെച്ച് വിളിച്ചാലും, ഏത് സമയത്ത് വിളിച്ചാലും എല്ലാം കേൾക്കുന്ന സമീആയിട്ടുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നു, ഏതെങ്കിലും ഒരു ഷെയ്ഖ്, ഇപ്പൊ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞല്ലോ, വെള്ള നീലത്തീനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതെ തീരം ചെയ്യും ഞാനെന്നോവർ. ഇതെന്തിനാ ഞാൻ പറഞ്ഞല്ലോ? ഒരാളെ കുറ്റം പറയാനോ ആക്ഷേപിക്കാനോ ഒന്നല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, സ്വർഗം പ്രതീക്ഷിച്ച് വന്നവരാണ് നമ്മൾ, സ്വർഗം പ്രതീക്ഷിച്ചിട്ടിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും എല്ലാം നമ്മൾ ക്ലിയർ ആക്കണം. അല്ലാഹു സമീഅാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു പരിധികളില്ലാതെ കേൾക്കുന്നവരാണ്. എല്ലാം കേൾക്കും, എല്ലാം അറിയും, എല്ലാ കാര്യങ്ങളും. ഈ ലോകത്ത് ഏത് സമയത്ത് ആര് വിളിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. അതാണ് ഒരു മുഅ്മിനിന്റെ വിശ്വാസം. ഇതുപോലെ അല്ലാഹു കേൾക്കുന്നത് പോലെ മുഹ്യിദ്ദീൻ ഷെയ്ഖ് കേൾക്കുമെന്ന് വിശ്വസിച്ചാലോ അതാണ് അസ്മാ വ സിഫാത്തിൽ ശിർക്ക് സംഭവിച്ചു. അവിടെ അല്ലാഹുവിന്റെ തൗഹീദ്, അസ്മാ വ സിഫാത്ത്, അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളുള്ള ഏകത്വം എന്ന ആ തൗഹീദിൽ ശിർക്ക് സംഭവിച്ചു. അവിടെ ശിർക്ക് സംഭവിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ വിശ്വാസമാണ്, വല്ല നീലത്തീനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതെ തീരം ചെയ്യും ഞാനെന്നോവർ. മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ആളുകൾക്ക് വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വല്ല നീലത്തീനും, അഥവാ എവിടെ വെച്ച് എപ്പ വിളിച്ചാലും നിന്റെ വായ കൂടുന്നതിന് മുമ്പ്, ഈ തുറന്ന വായ ഉണ്ടല്ലോ, അത് അടയുന്നതിന് മുമ്പേ നിനക്ക് ഉത്തരം നൽകാനുള്ള കഴിവ് ആർക്കുണ്ട്? മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖിനുണ്ട്. ഇത് മുഹ്യിദ്ദീൻ ഷെയ്ഖ് പഠിപ്പിച്ചതല്ല,
അദ്ദേഹം തൗഹീദിന്റെ പടവാഹകനായിരുന്നു. ലോകത്ത് തൗഹീദ് പഠിപ്പിച്ച മഹാനായിരുന്നു മഹാനായ മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. പിൽക്കാലത്ത് ഇബ്രാഹിം നബിയെ ആരാധിച്ചല്ലോ, ഇസ്മായിൽ നബി ആരാധിക്കപ്പെട്ടല്ലോ, മറിയം ബീവി ലോകത്ത് ആരാധിക്കപ്പെട്ടല്ലോ, ലാത്തയും മുസ്സയും മനാത്തയും ലോകത്ത് ആരാധിക്കപ്പെട്ടല്ലോ, വദ്ദും സുവാഉം യഊസും യഊഖും എല്ലാം ലോകത്ത് ആരാധിക്കപ്പെട്ടല്ലോ. കുല്ലും മിനസ് സ്വാലിഹീൻ, ഇവരെല്ലാവരും സ്വാലിഹീങ്ങളായ ആളുകളായിരുന്നു. അതുപോലെ മഹാനായ ഒരു മനുഷ്യനായിരുന്നു മൊയ്തീൻ ശൈഖും. അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹം ലോകത്ത് ആരാധിക്കപ്പെടുകയാണ്. ഈ രൂപത്തിൽ ആരാധിക്കപ്പെടുകയാണ്. മൊയ്തീൻ ശൈഖിനെ കുറിച്ച് ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എവിടെ വെച്ച് വിളിച്ചാലും അദ്ദേഹം വിളി കേൾക്കും. അതുകൊണ്ടാണ് ഒന്ന് കാലൊന്ന് തെറ്റി വീഴാൻ പോകുമ്പോഴേക്കും പല ഉമ്മമാരും വിളിക്കുകയാണ് മൊയ്തീൻ ശൈഖേ. ആ വിശ്വാസം തന്നെ ശിർക്കാണ്. പിന്നെ ആ വിളിന്റെ കാര്യം പറയണ്ടല്ലോ, ആ കർമ്മം ശിർക്കാണ്. ആ വിശ്വാസം എവിടെ വെച്ച് വിളിച്ചാലും കേൾക്കുന്നവൻ സമീആയ അല്ലാഹു മാത്രമാണ്. അല്ലാഹു അല്ലാതെ എവിടെ വെച്ച് കേൾക്കാനും ഏത് സമയത്തും കേൾക്കാനും കഴിവുള്ള ലോകത്തൊരാളുമില്ല. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ. പ്രിയപ്പെട്ട ഉപ്പമാരെ, നമുക്ക് സമ്പത്ത് ആവശ്യമാണ്, നല്ല ജോലി ആവശ്യമാണ്, ദുനിയാവിൽ സുഖകരമായ ഒരു സമാധാനം നിറഞ്ഞൊരു ജീവിതം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നാളെ പരലോകത്തിലും നമുക്ക് നരകമോചനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് നമ്മുടെ സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ആ ആഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞാൽ അത് കേൾക്കുന്നവരായിട്ടുള്ള അല്ലാഹുവിനോട് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ഈ സമീഅ എന്ന ഈ അല്ലാഹുവിന്റെ നാമം നമ്മൾ പഠിക്കുമ്പോ എല്ലാം കേൾക്കുന്നവനാണ് അല്ലാഹു എന്ന് നമ്മൾ പഠിക്കുമ്പോ ഏത് സമയത്തും അല്ലാഹുവിനോട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. വഇദാ സഅലക ഇബാദി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഇന്നി ഖരീബ്, തീർച്ചയായിട്ടും ഞാൻ അവന്റെ സമീപസ്ഥനാണ്. അഥവാ അവന്റെ ആഗ്രഹങ്ങൾ അറിയുന്നവനാണ്, അവന്റെ വിളി കേൾക്കുന്നവനാണ്, അവന്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി കാണുന്നവനാണ്. എന്റെ അടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് ഉത്തരം നൽകുന്നവനാണ് എന്ന് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണേ. അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. അല്ലാഹു അല്ലാത്ത ഒരാളോട് നമ്മൾ ദുആ ചെയ്യരുത്. അല്ലാഹു അല്ലാത്ത ഒരാളോട് നമ്മൾ പ്രാർത്ഥിക്കരുത്. അതിലേക്ക് വിശദീകരണമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കുറെ വിശദീകരിക്കാണ്ട്. അപ്പൊ തൽക്കാലം ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ തേറ്റങ്ങൾ മുഴുവൻ സദാസമയം അല്ലാഹുവിനോട് ആയിരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെയാണ് അല്ലാഹു ബസീറാണ്. ഇതും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് സമയമായിട്ടുണ്ട്, നമുക്കൊരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. എല്ലാം കൂടെ വിശദീകരിക്കാനുള്ള സമയമില്ല. ഞാൻ ഇൻഷാ അല്ലാഹ് ബസീർ, അല്ലാഹുവിന്റെ നാമങ്ങളുടെ കൂട്ടത്തിലെ ഒരു നാമമാണ് അല്ലാഹു ബസീറാണ്. എന്താണ് ബസീർ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളും കാണുന്നു, അല്ലാഹുവും കാണുന്നു. പക്ഷേ ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒരാളുമില്ല, അല്ലാഹുവിനെ പോലെ തുല്യനായിട്ട് ഒരാളുമില്ല. അല്ലാഹുവിന്റെ കാഴ്ച എന്നുള്ളത് പരിധികളില്ലാതെ കാണുന്നവനാണ്, പരിധികളില്ലാതെ കാണുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിനെ കുറിച്ച് ഈ രൂപത്തിൽ മനസ്സിലാക്കിയാൽ പ്രിയമുള്ളവരെ, എവിടെയാണെങ്കിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം നമ്മളിൽ ഉണ്ടാകണം. ഞാൻ ഒറ്റക്കല്ല, അല്ലാഹു എന്നെ കാണുന്നുണ്ട്. ഞാൻ ഒറ്റക്കല്ല, അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധം നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ, ഒരു മുറിയുടെ അകത്ത് ഇരുട്ടിന്റെ ഉള്ളിലാണ് എങ്കിൽ പോലും ഞാൻ ഒറ്റക്കല്ല. നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നമ്മൾ ഹറാം ഇങ്ങനെ കാണുമ്പോ ഇന്നത്തെ ചെറുപ്പത്തിന്റെ അവസ്ഥയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്നത്തെ യുവത്വത്തിന്റെ അവസ്ഥ, അവർ ഭൂരിഭാഗം സമയങ്ങളും അവർ മൊബൈൽ ഫോണിലാണ് സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്.
നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്യ സ്ത്രീകള് അവരുടെ ഔറത്ത് തുറന്നു കാണിക്കുന്ന രൂപത്തിലുള്ള സംഗീതങ്ങളും സിനിമകളും പാട്ടുകളും ഒക്കെ മാതാപിതാക്കൾ അറിയുന്നില്ല, കുടുംബം അറിയുന്നില്ല, മറ്റുള്ളവർ അറിയുന്നില്ല. ഈ രൂപത്തിൽ ഇരുട്ടിന്റെ മറകളിൽ പല ഹറാമുകളും കണ്ടുകൊണ്ടാണ് ഇന്നത്തെ യുവത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റീലുകളിലാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുറത്തേക്ക് പോയാൽ, കൂട്ടുകാരോടൊപ്പം കൂടിയാൽ, അതുപോലെ മറ്റുള്ള സമയങ്ങളിൽ, നമ്മുടെ ഓഫീസിന്റെ സമയങ്ങളിൽ ഏത് കോട്ടകൾക്കുള്ളിലാണ് നമ്മൾ ഉള്ളത് എങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചെല്ലിട്ട് സൂക്ഷിക്കേണ്ട ഒരു വിശ്വാസമാണ്, എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, എന്റെ റബ്ബ് എന്നെ അറിയുന്നുണ്ട് എന്ന ബോധം. അതാണല്ലോ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഉപദേശമായിരുന്നു, ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹാ അല്ലാഹ്. ഏത് പാറക്കുള്ളിൽ വെച്ച്, ഭൂമിയുടെ ഏത് കോണിൽ വെച്ച്, ആകാശത്തിന്റെ ഏത് കോണിൽ വെച്ച് നീ എന്ത് തോന്നിവാസം ചെയ്താലും, നീ എന്ത് പ്രവർത്തിച്ചാലും അള്ളാഹു കാണും മോനെ, അള്ളാഹു അറിയും മോനെ. അള്ളാഹുവിന്റെ കാഴ്ച വെട്ടിക്കാൻ, അള്ളാഹുവിന്റെ അറിവ് വെട്ടിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല പൊന്നുമോനെ. നീ കണ്ടതും നീ കേട്ടതും നീ സംസാരിച്ചതും മുഴുവൻ നാളെ പരലോകത്ത് അല്ലാഹു ഹാജരാക്കും. മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് കൊണ്ടുവരും. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അല്ലാഹുവിന്റെ നാമങ്ങളുടെ കൂട്ടത്തിലെ ഒരു നാമമാണ് റഖീബ്. ഇന്നല്ലാഹ റഖീബ്. അല്ലാഹു റഖീബാണ്, സൂക്ഷ്മമായി എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ. എല്ലാ കാര്യങ്ങളും നിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഉൾക്കാഴ്ചയുള്ള റഖീബാണ് അല്ലാഹു. ഖുർആൻ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ആയത്ത് ഓതാതെ ഒരു ഖുത്ബ പോലും നിർവഹിച്ചിട്ടില്ല. യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. നിന്റെ മേൽ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി കാണുന്നവനാണ്, റഖീബായിട്ടുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ട് നാളെ പരലോകത്ത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. നമ്മൾ കണ്ടത്, നമ്മൾ കേട്ടത്, അതുപോലെ തന്നെ കുടിച്ചത്, നമ്മൾ കഴിച്ചത്, എല്ലാ തോന്നിവാസങ്ങളും എല്ലാം ആ രേഖയിലുണ്ടാകും. അവൻ വായിച്ചു നോക്കുകയാണ്, റബ്ബേ മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ എല്ലാ തിന്മകളും, എല്ലാ ഹറാമുകളും ഇതിലുണ്ടല്ലോ അല്ലാ. എന്റെ ഉമ്മ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചത്, എന്റെ വാപ്പ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചത്, എന്റെ ഇണ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചത്, എന്റെ മക്കള് കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചത്, എല്ലാം എന്റെ മുതലാളി കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചത്, എന്റെ യജമാൻ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചത്, എല്ലാം ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ റബ്ബേ. ഇതെന്തോ ഒരു ഗ്രന്ഥമാണ് എന്ന് പറയുന്ന വിലപിക്കുന്ന ഒരു സാഹചര്യം അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നല്ലാഹ ബസീർ. അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്ന് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവസാനമായിട്ട് എനിക്ക് കുറച്ച് വസീയത്തുകളാണ് നൽകാനുള്ളത്. സമയം ഒരുപാട് അധികരിച്ചു പോകുന്നുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞത്. സമീആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും തേട്ടങ്ങളും അള്ളാഹുവിനോടാകണം. ബസീറാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകണം. ഇനി കുറച്ച് വസീയത്തുകൾ നൽകട്ടെ. നമ്മുടെ പ്രാർത്ഥന ഇന്ന് മുതൽ അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയുന്നതിന് പകരമായിട്ട് യാ ഗഫൂർ, യാ ഗഫൂർ ഇഗ്ഫിർലി എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുമ്മ റിസ്ഖ്നി എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം യാ റസ്സാഖ്
എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ അള്ളാഹുവെ നീ എനിക്ക് ശിഫ നൽകണേ എന്ന് പറയുന്നതിന് പകരം യാ ഷാഫി ഇശ്ഫി എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ നാമഗുണങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടായിരിക്കണം ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ. അത് പ്രാർത്ഥനകൾ എളുപ്പത്തിൽ സ്വീകരിക്കാനുള്ള മാർഗമാണ്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട ഒരു മഹാനായ മനുഷ്യനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ചരിത്രം തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഒരു ദിവസം വിശദീകരിക്കാനുണ്ട്. ഒരു ദിവസം 1-2 മണിക്കൂർ നമുക്ക് വിശദീകരിക്കാനുണ്ട്. മഹാനായ അയ്യൂബ് നബിയുടെ ജീവിതം. അതിലേക്ക് ഞാൻ തയ്യാറാകുന്നില്ല. തല മുതൽ കാൽ വരെ വ്രണങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാരകമായ രോഗങ്ങൾ പിടിപെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ് ഇന്നി മസ്സനി അല്ലാഹു വഅൻത അർഹമുർ റഹീമീൻ. ഇന്നി മസ്സനി അല്ലാഹു വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ നീ എന്നോട് കരുണ കാണിക്ക് അല്ലാഹ്, നീ എന്നോട് കരുണ കാണിക്ക് അല്ലാഹ്. കരുണ കാണിക്കുന്നവൻ നീയാണ് അല്ലാഹ്, കരുണ കാണിക്കുന്നവൻ നീയാണ് അല്ലാഹ്, നീ എന്നോട് കരുണ കാണിക്കണേ അല്ലാഹ്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം വിട്ടെറിഞ്ഞു പോയപ്പോ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട നബിയാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താ? രാത്രിയുടെ ഇരുട്ടിൽ ആ കൂരിരുട്ടിൽ മത്സ്യത്തിന്റെ വയറ്റിന്റെ അകത്ത് ജീവിക്കുന്ന യൂനുസ് നബിയുടെ പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തിയിട്ടാണ് പ്രാർത്ഥന. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് മുമ്പിലൂടെ നോട്ടുകൾ വരുന്നുണ്ട്. ആ നോട്ടുകളിലൊക്കെ ആ പ്രാർത്ഥനകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഹയ്യായ ഖയ്യൂമായ അല്ലാഹ് ബിറഹ്മതിക, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അസ്തഗീസ്, ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു അല്ലാഹ്. അല്ലാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തിയിട്ടാണ് ചോദ്യം. റമദാനിന്റെ അവസാന 10 നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇന്നക അഫൂ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ എന്നോട് വിട്ടുവീഴ്ച ചെയ്യ്. ഈ രൂപത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉറക്കാനുള്ള പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവരെ, മുഖല്ലിബായ അല്ലാഹ് എന്റെ ഹൃദയത്തെ നീ ഈമാൻ ഉറപ്പിക്കണേ അല്ലാഹ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലേ? അപ്പൊ ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രീതികളാണ്. പ്രവാചകൻ മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെല്ലാം അള്ളാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തിയിട്ടാണ് അവർ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ കരഞ്ഞുകൊണ്ട് നീറുന്ന മനസ്സുമായി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഭയപ്പാടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കടങ്ങളെ കുറിച്ച് ആലോചിച്ച്, അതുപോലെ തന്നെ കച്ചവട നഷ്ടത്തെ കുറിച്ച് ആലോചിച്ച് പല വേദനകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭയപ്പാട് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾക്കും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ ദുഃഖിക്കേണ്ടി വരികയില്ല. നീറുന്ന കണ്ണുമായി മനസ്സുമായി അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ഗഫൂറായ അല്ലാഹ് നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറയാൻ, റഹ്മാനായ അല്ലാഹ് നീ എന്നോട് കരുണ കാണിക്കണേ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ തടയപ്പെടാനുള്ള ചില കാരണങ്ങളുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഒന്ന്, ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ നാമങ്ങൾ നമ്മൾ മുൻനിർത്തുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഹറാമാണ്. കുടിക്കുന്നത് ഹറാം, ധരിക്കുന്നത് ഹറാം. ഒരു മനുഷ്യനെ കുറിച്ച് റസൂൽ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് അല്ലാഹനെ വിളിക്കുകയാണ്, കരഞ്ഞുകൊണ്ട് അല്ലാഹനെ വിളിക്കുന്നു. റസൂൽ പറഞ്ഞു, എങ്ങനെ അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും? അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ട്? മശ്റബുഹു ഹറാം, കുടിക്കുന്നത് ഹറാം, മൽബസഹു ഹറാം, ധരിച്ചത് ഹറാം, മത്അമുഹു ഹറാം, കുല്ലു ഹറാം, കുല്ലു ഹറാം, തിന്നുന്നതും കുടിക്കുന്നതും ധരിക്കുന്നതും മുഴുവൻ ഹറാം.
നമ്മള് എന്തെങ്കിലും പൈസ വരുമ്പോ നേരെ ഓടുന്ന ബാങ്കിലേക്ക് ലോഡ് എടുക്കാൻ. നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോ EMI അന്വേഷിച്ച് നമ്മൾ പോകുന്നു. പലിശയുടെ മാർഗങ്ങളാണ് മുഴുവൻ. ഈ പലിശയിൽ ഏർപ്പെട്ട് നമ്മൾ കൂടുതലും ഈ രൂപത്തിൽ ബാങ്കിലും പലിശകളിലും അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ച് അള്ളാഹുവിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തിയിട്ട് കാര്യമില്ല മുഅ്മിനീങ്ങളെ. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെയാണ് സ്ഥിരമായിട്ട് നമ്മൾ പാപങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന തിന്മകൾ അത് സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാപം മനസ്സിലാക്കിയിട്ട് അതിന് പിന്മാറാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങള് അല്ലാഹുവിനോട് നമ്മൾ പറയുമ്പോ മനസ്സറിഞ്ഞ് പറയാൻ കഴിയണം. ഗഫലത്തിലാണ് എങ്കിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കിട്ടിയാ കിട്ടി, പോയാ പോയി, അത് പറ്റൂല, അത് പാടില്ല. ഗഫലത്തിലാകരുത്. നമ്മൾ ഹൃദയ സാന്നിധ്യത്തോടുകൂടി പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമെന്ന വിശ്വാസത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. നമ്മൾ ചോദിച്ചാൽ അല്ലാഹു തരും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി തരാതിരിക്കുകയില്ല. കൂടുതലും അതിനൊക്കെ ശ്രേഷ്ഠമായ സമയം അല്ലാഹു നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ട്. അതാണ് രാത്രിയുടെ അവസാന സമയം. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയ. ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് അല്ലാഹു പറയുന്ന ഒരു സമയമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ട് എങ്കിൽ ചോദിക്കണോ, ഇസ്തിഗ്ഫാർ ചെയ്യാനുണ്ട് എങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യണോ, നിന്റെ പാപങ്ങൾ ഞാൻ നിനക്ക് പുറത്തു തരാം, നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നടത്തി തരാം എന്ന് പറയുന്ന സമയം. നമ്മളെല്ലാം കടന്നുറങ്ങുകയാണ്, കൂർക്കം വലിക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ മാറിയിട്ട് ഇന്ന് നമ്മൾ മനസ്സ് വെക്കണം, ഇൻഷാ അല്ലാഹ് നാളെ ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം, ഇൻഷാ അല്ലാഹ് തഹജ്ജുദ് നമസ്കരിക്കണം. ആ തഹജ്ജുദ് സമയത്ത് അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സമയമാണ്. എനിക്ക് വേണ്ടി എന്റെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ വേണ്ടിയാണ് റബ്ബ് എന്നിലേക്ക് വരുന്നത്. എന്റെ പാപങ്ങൾ പൊറുതു തരാൻ വേണ്ടിയാണ് എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് വരുന്നത്. അതുകൊണ്ട് എഴുന്നേൽക്കണമെന്ന ചിന്ത നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകണം. ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ എഴുന്നേറ്റ് ശുദ്ധിയായി നമസ്കരിച്ച് കരയുന്ന കണ്ണുമായി റബ്ബിങ്കിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ. നമ്മുടെ പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകൾ കേൾക്കുന്നവനായ റബ്ബിനോട്, ആ പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് നൽകുന്ന റബ്ബിനോട് കരങ്ങൾ ഉയർത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. വളരെ സുന്ദരമായ ഒരു വിഷയമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കുറഞ്ഞൊരു സമയം ചെറിയ ഒരു രൂപത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചിരുന്നത് അല്ലാഹുവിനെ അറിയാൻ, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ, അല്ലാഹുവിന്റെ ഇസ്മുകളെ കുറിച്ചുള്ള ചെറിയൊരു പഠനമായിരുന്നു. വളരെ വിശാലമായ ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ സൗകര്യം കിട്ടുകയാണ് എങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. അല്ലാഹു പഠിച്ച കാര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. മരണം വരെ തഖ്വയുള്ളവരായി ജീവിക്കാൻ അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഈമാനുള്ളവരായി ജീവിക്കാൻ അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. കുഫറില്ലാതെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശിർക്കില്ലാതെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അവസാന സമയത്ത് അവസാനത്തെ വാക്ക് റസൂൽ പഠിപ്പിച്ചല്ലോ. മൻ ഖാല ആഖിറു ഖൗലിഹി, ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് റസൂൽ പഠിപ്പിച്ചല്ലോ. അതുകൊണ്ട് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ അല്ലാഹ് ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാഹ്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. എല്ലാവരുടെയും നല്ല മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും രോഗികളാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ ഉപ്പമാര് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണ്, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, അവർക്ക് വേണ്ടിയുള്ള ശിഫയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് നിന്നോട് മാത്രമാണ് പറയാനുള്ളത്.
നിന്നോട് മാത്രമാണ് ചോദിക്കാനുള്ളത്. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മമാർ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉപ്പമാർ, ബർസഖിയായ ലോകം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ കബറിടം നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഇണകളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാ. അവരെ കൊണ്ട് വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം നീ ദുനിയാവിലും നാളെ പരലോകത്തിലും ഉണ്ടാക്കല്ല അല്ലാ. കൺകുളിർമയുള്ളവരാക്കണേ റഹ്മാനെ. ഇരു ലോക ജീവിതത്തിലും ഉപകാരപ്പെടുന്നവരാക്കണേ റഹ്മാനെ. നാളെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈ ദുനിയാവിൽ ആരെയെല്ലാം നീ ഞങ്ങളെ ബന്ധിപ്പിച്ചു തന്നിട്ടുണ്ടോ അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ കഴിച്ചു കൂട്ടാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈമാൻ ഉള്ളവരാക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിച്ച് നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ആരോടും ഉറപ്പില്ലാതെ, പകയില്ലാതെ, വിദ്വേഷമില്ലാതെ എല്ലാവരാലും ഇഷ്ടപ്പെട്ട് ഈ ലോകത്തോട് വിട പറയാൻ, അതിലുപരി നിന്റെ തൃപ്തി കരസ്ഥമാക്കിയിട്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ മിൻ ദുആഇനാ വസിയാമിനാ വഖിയാമിനാ വസലാത്തിനാ വകുല്ലു മിൻ അഅമാലി സ്വാലിഹാത്തിനാ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين ودمر أعداءك أعداء الدين. اللهم انصر إخوان المسلمين في كل مكان، اللهم انصر إخوان المسلمين في كل مكان. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.